ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീലങ്കൻ സന്ദർശനം തുടരുന്നു. മത്സ്യത്തൊഴിലാളി വിഷയത്തിൽ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കാൻ ഇരു രാജ്യങ്ങൾ തമ്മിൽ ധാരണ. എഞ്ചിനീയറിംഗ് വിസ്മയമായ നവീകരിച്ച പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. അടുത്ത വർഷം മാർച്ചോടെ ഛത്തീസ്ഗഡിൽ നക്സൽ ഭീകരത അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കേരളത്തിൽ 141 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 25 റൺസ് വിജയം. രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് രാജസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീലങ്കൻ സന്ദർശനം തുടരുന്നു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസനായകയുമായി പ്രധാനമന്ത്രി ഇന്ന് കൊളംബോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരവും വികസനാത്മകവുമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കൂടിക്കാഴ്ച. പ്രതിരോധം, ഊർജ്ജം, വ്യാപാരം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ കരാറുകളിൽ ഇരു നേതാക്കളും ഒപ്പുവച്ചു. ഇന്ത്യയുടെ അയൽക്കാർ ആദ്യം എന്ന നയത്തിലും മേഖലയിലെ സുരക്ഷാ പങ്കാളിത്തത്തിലും ശ്രീലങ്കയ്ക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. कठिन परिस्थिति में हम के लोगों के साथ खड़े रहे. हमारी नेबरहुड फर्स्ट पॉलिसी और विजन महासागर दोनों में श्रीलंका का विशेष स्थान है. पिछले 4 महीनों में राष्ट्रपति दिसानायक की भारत यात्रा के बाद से हमारे सहयोग में उल्लेखनीय प्रगति हुई है. ദീർഘകാലമായി നിലനിൽക്കുന്ന മത്സ്യത്തൊഴിലാളി പ്രശ്നത്തിൽ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കാൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. ഇന്ത്യയുടെ എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന നയത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് പ്രശംസിച്ചു. ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുര കുമാര ദിസനായകെ സമ്മാനിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്കുള്ളതാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിനുള്ള തെളിവാണിതെന്നും ശ്രീ നരേന്ദ്രമോദി പ്രതികരിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വൈകിട്ടാണ് പ്രധാനമന്ത്രി ശ്രീലങ്കയിൽ എത്തിയത്. രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കുന്ന പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന കടൽപ്പാലമാണ് പാമ്പൻ പാലം. ചടങ്ങിൽ രാമേശ്വരത്ത് നിന്ന് പാമ്പൻ പാലത്തിലൂടെ താമ്പരത്തേക്കുള്ള പുതിയ തീവണ്ടി സർവീസും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് 535 കോടി രൂപ ചെലവിൽ പുതിയ പാലം നിർമ്മിച്ചത്. സമുദ്രനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരമുള്ള പുതിയ പാലത്തിന് 2.08 കിലോമീറ്ററാണ് ദൈർഘ്യം. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണ് ഇത്. രാമേശ്വരത്തെ നവീകരിച്ച അത്യാധുനിക പാമ്പൻ പാലം രാജ്യചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കടലിൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലമാണിതെന്നും തമിഴ് സംസ്കാരത്തിന്റെയും പുരാതന തമിഴ് നാഗരികതയുടെയും ചരിത്രത്തിലെ വാസ്തുവിദ്യ അത്ഭുതമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. 2026 മാർച്ച് അവസാനത്തോടെ ഛത്തീസ്ഗഡിൽ നക്സൽ ഭീകരത അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ ആദിവാസി സാംസ്കാരിക പരിപാടിയായ ബസ്തർ പാണ്ഡത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയുധം താഴെവെച്ച് മുഖ്യധാരയിലേക്ക് വരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മാവോയിസ്റ്റുകളോട് അഭ്യർത്ഥിച്ചു. സഭി നക്സലി ഭായിയോ കോ വിനന്തി കർനെ ആയാ ഹൂം, ആപ് ഹथियार डाल दीजिए, मेन स्ट्रीम में आइए, आप हमारे अपने हैं. कोई भी नक्सली मारा जाता है, किसी को आनंद नहीं होता है. आपका पूरा संरक्षण भारत सरकार और छत्तीसगढ़ सरकार. 2025 വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട മിഥ്യാധാരണകൾ തിരുത്തി കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം. 1995 വഖഫ് നിയമത്തിന് മുമ്പും 1995 വഖഫ് നിയമത്തിന് അനുസൃതമായും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്വത്തും റദ്ദാക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വഖഫ് ആയി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് അത്തരത്തിൽ തന്നെ തുടരും. സ്വത്തുക്കളിൽ സുതാര്യതയും അവ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുമാണ് ബിൽ ലക്ഷ്യമിടുന്നത്. വഖഫ് ബോർഡുകളിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഉൾപ്പെടുത്തുമെങ്കിലും അവർ ഭൂരിപക്ഷമായി ബോർഡ് രൂപീകരിക്കില്ല. വഖഫ് ആയി സ്വമേധയാ സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കൾ മാത്രമേ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരൂ. ഒരു സർക്കാർ സ്വത്ത് തെറ്റായി വഖഫ് ആയി തരംതിരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ജില്ലാ കളക്ടർ റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന് ബിൽ അധികാരം നൽകുന്നു. എന്നാൽ നിയമാനുസൃതമായി പ്രഖ്യാപിച്ച വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ബിൽ അധികാരം നൽകുന്നില്ലെന്നും ന്യൂനപക്ഷകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.
രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം പോർച്ചുഗലും സ്ലോവാക് റിപ്പബ്ലിക്കും സന്ദർശിക്കും. ഈ മാസം 7-ന് പോർച്ചുഗലിൽ എത്തുന്ന രാഷ്ട്രപതി പോർച്ചുഗൽ പ്രസിഡന്റ് മാഴ്സലോ റെബലോ ഡിസൂസയുമായി പ്രതിനിധിതല ചർച്ച നടത്തും. തുടർന്ന് ഈ മാസം 9-നും 10-നും രാഷ്ട്രപതി സ്ലോവാക്യയിൽ പര്യടനം നടത്തും. വിദേശത്ത് പഠനം പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസം തുടരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി അടിസ്ഥാന തുല്യതാ ചട്ടക്കൂട് സ്ഥാപിക്കാൻ യുജിസി തീരുമാനം. വിദേശ സ്കൂളുകളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള യോഗ്യതകൾ അംഗീകരിക്കുന്നതിന് സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ ഒരു സംവിധാനം കമ്മീഷൻ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് യുജിസി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സമുദ്രമേഖലയിൽ രാജ്യം കൈവരിച്ച ചരിത്ര മുന്നേറ്റങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് 62ാമത് ദേശീയ സമുദ്രദിനം. ഇന്ത്യയുടെ സമ്പന്നമായ സമുദ്ര ചരിത്രം വ്യക്തമാക്കുന്ന വീഡിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. 62ാമത് ദേശീയ സമുദ്രദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മാരിടൈം ബോധവൽക്കരണ വാക്കത്തോൺ കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ ഓരോ പൌരനും സംഭാവന ചെയ്യണമെന്ന് പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സമുദ്രമേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ സുപ്രധാന ഘടകമാണെന്നും ശ്രീ സോനോവാൾ വ്യക്തമാക്കി. युवाशक्ति महाशक्ति और आज एक मैरीटाइम नेशन होने के नाते हम लोगों ने महसूस की है हमें अलग अलग पार्टिकल पे कितना काम करनी है. अगर दुनिया की सबसे शक्तिशाली मैरीटाइम नेशन के हिसाब से अपना पहचान बनाना है तो निश्चित रूप से आज की युवा को विशेष भूमिका पालन करना होगा. കേരളത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 141 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. നിരോധിത മയക്കുമരുന്നുകൾ കൈവശം വെച്ചതിന് 149 പേരാണ് അറസ്റ്റിലായത്. ആകെ 2276 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാൻ കഴിയുന്ന സംവിധാനം സജ്ജമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആദ്യഘട്ടത്തിൽ 313 ആശുപത്രികളിൽ ആരംഭിക്കുന്ന സംവിധാനം ഒരു മാസത്തിനകം മറ്റ് ആശുപത്രികളിലും സജ്ജമാക്കും. കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ തൊഴിൽ പീഡനം നടന്നെന്ന വാർത്തയിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. എറണാകുളം ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ കലൂർ ജനതാ റോഡിലെ ശാഖയിൽ തൊഴിലാളികളെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായതിനെ തുടർന്നാണ് നടപടി. ബിജെപി സ്ഥാപക ദിനം നാളെ. തിരുവനന്തപുരത്തെ സംസ്ഥാന കാര്യാലയത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പതാക ഉയർത്തും. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 25 റൺസ് ജയം. 184 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ചെന്നൈയ്ക്ക് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺ എടുക്കാനേ കഴിഞ്ഞുള്ളൂ. രണ്ടാം മത്സരത്തിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ ബാറ്റിംഗിന് അയച്ചു. ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കൊല്ലം തീരത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം, കന്യാകുമാരി തീരങ്ങളിൽ നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഭൂകമ്പ ബാധിത മ്യാൻമാറിലേക്കുള്ള ഇന്ത്യയുടെ സഹായ ദൌത്യമായ ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി 442 ടൺ ഭക്ഷ്യവസ്തുക്കൾ കൂടി മ്യാൻമറിൽ എത്തിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലായ ഖരിയലാണ് അവശ്യവസ്തുക്കൾ തിവാല തുറമുഖത്ത് എത്തിച്ചത്. ബംഗ്ലാദേശിൽ അഭയം പ്രാപിച്ച 8 ലക്ഷം റോഹിംഗ്യകളുടെ പട്ടികയിൽ നിന്ന് 1,80,000 റോഹിംഗ്യകളെ മ്യാൻമറിലേക്ക് മടങ്ങാൻ യോഗ്യരായി കണ്ടെത്തിയതായി മ്യാൻമർ അധികൃതർ സ്ഥിരീകരിച്ചു. ശേഷിക്കുന്ന റോഹിംഗ്യകളുടെ പരിശോധന വേഗത്തിൽ നടത്തുമെന്ന് മ്യാൻമർ അധികൃതർ സ്ഥിരീകരിച്ചു. ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ 2025, ബോയിലേഴ്സ് ബിൽ 2024 എന്നിവയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. ഇന്ത്യയിലേക്കുള്ള വിദേശികളുടെ പ്രവേശനം, താമസം തുടങ്ങിയവ നിയന്ത്രിക്കുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ബിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രീലങ്കൻ സന്ദർശനം തുടരുന്നു. മത്സ്യത്തൊഴിലാളി വിഷയത്തിൽ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ. എഞ്ചിനീയറിംഗ് വിസ്മയമായ നവീകരിച്ച പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. അടുത്ത വർഷം മാർച്ചോടെ ഛത്തീസ്ഗഡിൽ നക്സൽ ഭീകരത അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കേരളത്തിൽ 141 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 25 റൺസ് വിജയം. രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് രാജസ്ഥാനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.